നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നർത്തകൻ RLV രാമകൃഷ്ണന് നേരെ ജാതി അധിക്ഷേപം നടത്തിയെന്ന വിവാദത്തിൽപ്പെട്ട കലാമണ്ഡലം സത്യഭാമയെ RSS ആക്കാനുള്ള ശ്രമത്തെ പ്രതിരോധിക്കാൻ തരത്തിലുള്ള വാർത്തകളെല്ലാം ഇതിനോടകം തന്നെ ചില മാധ്യമങ്ങളിൽ വന്നു കഴിഞ്ഞു. ആ ഗോപിയല്ല ഈ ഗോപി എന്ന ഹാഷ്ടാഗ് പ്രചാരണം തിരിച്ചടിച്ചപ്പോഴാണ് പുതിയ വിഷയം. തിരുവനന്തപുരം സ്വദേശിയായ സത്യഭാമ അറിയപ്പെടുന്ന CPM-കാരിയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പിണറായി സർക്കാർ അവരെ കലാമണ്ഡല ഭരണസമിതിയിൽ അംഗമാക്കുകയും ചെയ്തുവെന്ന് ജന്മഭൂമി പറയുന്നു. സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള തിരുവനന്തപുരത്തെ വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചിലങ്ക നൃത്തോത്സവത്തിന്റെ ഉദ്ഘാടകരിൽ ഒരാൾ സത്യഭാമയായിരുന്നു. CPM അനുകൂലിയായ അശ്വേതൻ GS പ്രദീപാണ് സ്ഥാപനത്തിന്റെ ചുമതലക്കാരൻ. മന്ത്രി സജി ചെറിയാൻ പങ്കെടുക്കേണ്ട പരിപാടിയിൽ അദ്ദേഹം വരാതിരുന്നതിനാൽ നിലവിളക്ക് തെളിയിച്ചത് കലാമണ്ഡലം സത്യഭാമ. ഈ ഉദ്ഘാടനവും സത്യഭാമയുടെ CPM ബന്ധത്തിന് തെളിവായി ജന്മഭൂമി ചർച്ചയാക്കുന്നു. CPM നേതാവ് വഴിയാണ് കലാമണ്ഡലത്തിൽ കയറിയതെന്ന് കലാമണ്ഡലം സത്യഭാമ ജൂനിയറും പറഞ്ഞു. ബ്രാഞ്ച് കമ്മിറ്റികളിൽ എന്നോട് അപേക്ഷ നൽകാൻ പറഞ്ഞുവെന്നും അപ്രകാരം ചെയ്തുവെന്നും അവർ പറഞ്ഞു. ചില പരിപാടികൾക്ക് അതിഥിയായി ചിലർ വിളിക്കും. അത്തരത്തിൽ വിളിച്ചവരുടെ കൂട്ടത്തിൽ ഒരു CPM-ന്റെ നേതാവ് ഉണ്ടായിരുന്നു. ടീച്ചർ ഇത്രയധികം സീനിയർ ആയിട്ട് പോലും ഒരു സ്ഥലത്ത് എന്താ കയറാത്തതെന്ന് രാഷ്ട്രീയ പ്രവർത്തകർ ചോദിച്ചു. സാറേ, എല്ലാ പിടിയും വലിയും ഒക്കെയല്ലേ, നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലെന്നും അവർ പറഞ്ഞു. ഞാനൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്കുമായി നടക്കുന്നയാളുമല്ല. അപ്പോൾ പിന്നെ ഇത്തിരി പാടല്ലേ കിട്ടാനെന്ന് ഞാൻ പറഞ്ഞു. അതിനെന്താ, ഞങ്ങൾ കയറട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം കയറിയതിന് പിന്നാലെ ബ്രാഞ്ച് കമ്മിറ്റിയിലും മറ്റിടങ്ങളിലും അപേക്ഷ കൊടുക്കാൻ നിർദ്ദേശിച്ചു. അപ്രകാരം ചെയ്തു. അങ്ങനെയാണ് കലാമണ്ഡലത്തിൽ കയറിയതെന്നും അവർ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. പ്രശസ്ത നർത്തകനും കലാകാരനുമായ RLV രാമകൃഷ്ണനെ കലാമണ്ഡല സത്യഭാമ ജൂനിയർ അധിക്ഷേപിച്ചത് വൻ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. മോഹിനിയാട്ടം കളിക്കുന്നവർ എപ്പോഴും മോഹിനിയായിരിക്കണം. ഇയാളെ കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറമാണ്. എല്ലാം കൊണ്ടും കാൽ അകത്തി വെച്ച് കളിക്കുന്ന ഒരു കലാരൂപമാണ്. ഒരു പുരുഷൻ കാൽ കവച്ചു വെച്ച് കളിക്കുന്നത് പോലൊരു അരോചകമില്ല. എൻ്റെ അഭിപ്രായത്തിൽ മോഹിനിയാട്ടം കളിക്കുന്ന ആൺകുട്ടികൾക്ക് സൗന്ദര്യമുണ്ടായിരിക്കണം. ആൺപിള്ളേരിൽ സൗന്ദര്യമുള്ളവരില്ലേ, ഇവരെ കണ്ടാൽ പെറ്റ തള്ള പോലും സഹിക്കില്ല എന്നാണ് സത്യഭാമ അധിക്ഷേപിച്ചത്. ഒരു പരിഷ്കൃത സമൂഹത്തിന് നിരക്കാത്ത ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന വ്യക്തികളുടെ പേരിനോടൊപ്പം കലാമണ്ഡലത്തിന്റെ പേര് ചേർക്കുന്നത് സ്ഥാപനത്തിന് കളങ്കമാണെന്നും കലാമണ്ഡലം അറിയിച്ചു. കേരളം കലാമണ്ഡലത്തിലെ പൂർവ്വ വിദ്യാർത്ഥി എന്നതിനപ്പുറം ഇവർക്ക് കലാമണ്ഡലവുമായി നിലവിൽ ഒരു ബന്ധവുമില്ലെന്ന് പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. പ്രശസ്ത നർത്തകനും കലാകാരനുമായ RLV രാമകൃഷ്ണനെ കലാമണ്ഡലം സത്യഭാമ ജൂനിയർ അധിക്ഷേപിച്ചത് വൻ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. മോഹിനിയാട്ടം കളിക്കുന്നവർ എപ്പോഴും മോഹിനിയായിരിക്കണം. ഇയാളെ കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറമാണ് എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. ആ വാക്കുകളാണ് പിന്നീട് വൈറലായത്. ഏതായാലും ഈ അധിക്ഷേപത്തിന് പിന്നാലെയാണ് സത്യഭാമയുടെ രാഷ്ട്രീയത്തിൽ ചർച്ച തുടങ്ങിയത്. സത്യഭാമ നടത്തിയ ജാതീയ അധിക്ഷേപത്തിൽ കേരളം ഒന്നാകെ പ്രതിഷേധ അലയടിക്കുകയാണ്. കേരളം ഒറ്റക്കെട്ടായി രാമകൃഷ്ണന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. CPM, കോൺഗ്രസ്, BJP നേതാക്കളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി സത്യഭാമയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് നടത്തിയത്.